ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി പോകും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതപ്പോൾ അവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. 2 സവാളയും ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ക്യാരറ്റും 2 പച്ചമുളകും കൂടെ ചോപ്പറിലിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നാൽ പിന്നെ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കുറച്ച് കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇതിനെ ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഇതുപോലൊരു പോട്ടിലാണ് ഞാനിതിപ്പോൾ അവിടെ റെഡിയാക്കി എടുക്കുന്നത്. പോട്ടിലേക്ക് കുറച്ചൊന്ന് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതപ്പോൾ അവിടെ 3 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പൊറോട്ടയും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം അതുപോലെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് ഞാൻ മുട്ടയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും പൊറോട്ട സെയിം രീതിയിൽ തന്നെ നമ്മുടെ മുട്ട മിക്സിലൊന്ന് മുക്കിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ അവിടെ 3 ലെയറായിട്ട് പൊറോട്ടയും 2 ലെയറിൽ മസാലയായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനതിൽ ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ലെയറായിട്ട് നമ്മളൊരു പൊറോട്ട കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന മുട്ടയുടെ ആ ഒരു മിക്സ് ഇതിന് മുകളിലൂടെ മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അടിഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകുന്നുള്ളൊരു ടെൻഷനൊക്കെ ഉള്ളവർക്ക് താഴെ ഒരു പാൻ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ അവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റാണ് ഞാനിപ്പോൾ അവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്ത് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ പൊറോട്ടയൊക്കെ ബാക്കിയുള്ള സമയത്തും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ആ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്.